ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വിപണിയിൽ സ്മാർട്ട് ഫോണുകളുടെ വില വർദ്ധിപ്പിച്ച് ദക്ഷിണ കൊറിയൻ ബ്രാൻഡായ സാംസങ്. സാംസങ്ങിന്റെ എഫ് സീരീസുകളിൽ ഉൾപ്പെട്ട മൊബൈൽ ഫോണുകളുടെ വിലയാണ് കമ്പനി കൂട്ടിയത്. 2026 ജനുവരി 5-ാം തീയതി മുതൽ ഈ വില വ്യത്യാസം നിലവിൽ വന്നു. സാംസങ് ഗാലക്സി A56 മോഡലിന്റെ എല്ലാ വേരിയന്റുകളിലും 2000 രൂപയുടെ വില കൂടുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതേസമയം ഗാലക്സി A36 5G ഫോണിന്റെ വിലയിൽ 1500 രൂപയുടെ വർധനവുണ്ടായി. ഗാലക്സി A17 5Gയുടെ വില 1000 രൂപയും വർദ്ധിച്ചു. ഗാലക്സി A56 5G സ്മാർട്ട് ഫോണിന്റെ 12GB റാം പ്ലസ് 256GB സ്റ്റോറേജ് ടോപ്പ് എൻഡ് വേരിയന്റിന് മുൻപ് 44,999 രൂപയായിരുന്നെങ്കിൽ പുതുക്കിയ വില 46,999 രൂപയാണ്. ഗാലക്സി A36 ഫോണിന്റെ 12GB പ്ലസ് 256GB സ്റ്റോറേജ് വേരിയന്റിന് 36,999 രൂപയായിരുന്ന സ്ഥാനത്ത് 1500 രൂപ വർദ്ധിച്ച് 38,499 രൂപയായി. സാംസങ്ങിന്റെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുടെ വിലയും വർദ്ധിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. ഫോണുകൾ നിർമ്മിക്കാനാവശ്യമായ ചിപ്പുകൾ അടക്കമുള്ള ഭാഗങ്ങൾക്ക് വില വർദ്ധിക്കുന്നതാണ് സ്മാർട്ട് ഫോണുകൾക്കിപ്പോൾ വില കൂടാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. വിവോ, നത്തിങ് ഫോൺ കമ്പനികളും ഇന്ത്യയിൽ വില വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോയും ലണ്ടൻ ആസ്ഥാനമായുള്ള നത്തിങ്ങും സ്മാർട്ട് ഫോണുകളുടെ വില 4 മുതൽ 13% വരെയാണ് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കെട്ടിടങ്ങളുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി പരിശോധിക്കാനൊരുങ്ങി ട്രായ്. ഫൈബർ, ബ്രോഡ്ബാൻഡ്, വൈഫൈ എന്നിവയും പരിശോധിച്ച് സ്റ്റാർ റേറ്റിംഗ് നൽകും. ഇത് വാങ്ങുന്നവർക്കും വാടകക്കാർക്കും ഏറെ സഹായകമാകും. രാജ്യത്തെ കെട്ടിടങ്ങളുടെയും വസ്തുവകകളുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റി അടിസ്ഥാന സൗകര്യം വിലയിരുത്താനും റേറ്റിംഗ് നൽകാനും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിർണായക നടപടി സ്വീകരിച്ചു. നടപ്പാക്കാൻ RNX ടെക്നോളജീസ് ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസിയുമായി എംപാനൽ ചെയ്തിട്ടുണ്ട്. ട്രായയുടെ പ്രസ്താവന പ്രകാരം ഏജൻസി ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻബിൽഡിംഗ് കണക്ടിവിറ്റി, ബ്രോഡ്ബാൻഡ്, വൈഫൈ പ്രകടനം, ഭാവിയിലെ സ്മാർട്ട് ടെക്നോളജികൾക്ക് തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തി കെട്ടിടങ്ങൾക്ക് റേറ്റിംഗ് നൽകും. ഇന്ത്യ അതിവേഗം ശക്തമായ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയായി മാറുകയാണ്. ജോലി, വിദ്യാഭ്യാസം, ബാങ്കിംഗ്, ആരോഗ്യ സംരക്ഷണം, വിനോദം തുടങ്ങിയ മേഖലകളിൽ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നിർണായകമാണ്. രാജ്യത്ത് ഏകദേശം 1 ബില്യൺ ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനാൽ സ്മാർട്ട് ഹോമുകളും സ്മാർട്ട് ഓഫീസുകളും സാധാരണമാകുന്നു. എന്നാൽ ഇന്നും പല പ്രോപ്പർട്ടികളിലും ഡിജിറ്റൽ പ്രകടനം കണക്കിലെടുക്കാതെ രൂപകൽപ്പനയും വിലയിരുത്തലുകളും നടക്കുന്നില്ല എന്നതാണ് പ്രശ്നമായി നിലനിൽക്കുന്നതെന്ന് ട്രായ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസി ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം അവതരിപ്പിക്കും. ഇത് ഡെവലപ്പർമാർ, പ്രോപ്പർട്ടി മാനേജർമാർ, സേവനദാതാക്കൾ, വീട് വാങ്ങുന്നവർ എന്നിവർക്കുള്ള സുതാര്യവും ന്യായപരവുമായ മാനദണ്ഡമാകും. രൂപകൽപ്പനാ ഘട്ടത്തിൽ ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നിർമ്മിക്കാൻ ഇത് ഡെവലപ്പർമാരെ പ്രോത്സാഹിപ്പിക്കും. ഒരു കെട്ടിടം എത്രത്തോളം ഡിജിറ്റൽ ശേഷിയുള്ളതാണെന്ന് അറിയുന്നതിലൂടെ വാങ്ങുന്നവരും വാടകക്കാർക്കും കമ്പനികൾക്കും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അർബൻ ക്രൂയിസർ EV മോഡലിന്റെ ടീസർ ക്യാമ്പയിൻ ആരംഭിച്ച് ഇലക്ട്രിക് വാഹന വിപണിയിൽ കാൽവയ്ക്കുകയാണ് ടൊയോട്ട. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ കൺസെപ്റ്റ് മോഡലിനെ അവതരിപ്പിച്ച ടൊയോട്ട ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന അത്യാധുനിക ഡിസൈനും കരുത്തുറ്റ ബാറ്ററി ഓപ്ഷനുകളുമായി ഉടനെത്തും. ഇന്ത്യയിലെ വാഹന വിപണിയിൽ ഇലക്ട്രിക് മോഡലുകൾ നൽകാതിരുന്ന മുൻനിര നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയും ടൊയോട്ടയും ഇപ്പോൾ ഈ രംഗത്ത് അരങ്ങേറ്റം നടത്തുന്നു. മാരുതിയുടെ ഈ വിത്താര വിപണിയിൽ ഉടനെത്തുമ്പോൾ ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ EV മോഡലിന്റെ ടീസർ ഇതിനകം എത്തിയിട്ടുണ്ട്. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ തന്നെ ടൊയോട്ടയുടെ ഇലക്ട്രിക് വാഹനത്തിന്റെ കൺസെപ്റ്റ് മോഡൽ പ്രദർശനത്തിനെത്തിയിരുന്നു. ഈ മോഡലിന്റെ അവതരണത്തിന്റെ സൂചന നൽകുന്ന ടീസർ ക്യാമ്പയിനാണ് ഇപ്പോൾ ടൊയോട്ട ആരംഭിച്ചിരിക്കുന്നത്. ടൊയോട്ട അർബൻ ക്രൂയിസർ EV എന്ന പേരിലായിരിക്കും ഈ വാഹനം എത്തുകയെന്ന് മുമ്പ് തന്നെ നിർമ്മാതാക്കൾ സൂചന നൽകിയിരുന്നു. വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ സൂചന നൽകുന്ന ടീസറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൺസെപ്റ്റ് മോഡലിനോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലാണ് പ്രൊഡക്ഷൻ പതിപ്പും എത്തുകയെന്നാണ് ടീസർ നൽകുന്ന സൂചന. LED-യിൽ തീർത്തിരിക്കുന്ന വീതി കുറഞ്ഞ ഹെഡ്ലാമ്പ്, സ്റ്റഡുകളായി നൽകിയിരിക്കുന്ന DRL, ബോണറ്റിൽ പതിപ്പിച്ചിരിക്കുന്ന ടൊയോട്ടോ ലോഗോ എന്നിവയാണ് ടീസർ ചിത്രത്തിലെ വാഹനത്തിന്റെ മുന്നിൽ കാണുന്നത്. കൺസെപ്റ്റ് മോഡലിൽ ബമ്പറിന്റെ താഴെയായി വലിയ എയർ ഇൻടേക്കും വശങ്ങളിലെ എയർ കർട്ടനുകളും നൽകിയിരുന്നു. മുന്നിലെ ഫെൻഡറിലായിരിക്കും ചാർജിംഗ് സ്ലോട്ട് നൽകുക. ഇതിൽ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ എന്ന ബാഡ്ജിംഗും നൽകിയിട്ടുണ്ട്. കൺസെപ്റ്റ് മോഡലിൽ 18 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീലുകളാണ് നൽകിയിരുന്നത്. ഡിസൈനിൽ സുസുക്കി, ടൊയോട്ട ഇലക്ട്രിക് മോഡലുകൾ തികച്ചും വ്യത്യസ്തരാണെങ്കിലും മെക്കാനിക്കൽ ഫീച്ചറുകൾ ഉൾപ്പെടെയുള്ളവ ഈ വിത്താരയും അർബൻ ക്രൂയിസർ EVയും പങ്കിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മിഡ് സൈസ് SUV ശ്രേണിയിലേക്കായിരിക്കും ടൊയോട്ടയുടെ ഇലക്ട്രിക് മോഡലും എത്തുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.